ഇവിടെ കത്തിച്ചു കഴിഞ്ഞാല് ഒരു കുറച്ചു നേരം ടൈമിംഗ് ഉണ്ട്. കുറച്ചു നേരം കൂടെ കത്തി. വെൽക്കം ആൻഡ് ഷവർ UP ആ ഭാഗത്തുനിന്ന് വരുന്ന സാധനമാണ്. ചക്രം തന്നെ, നിലച്ചക്രം തന്നെ ഒരു താമര രൂപത്തില് അങ്ങനത്തെ മേശപ്പോയിന്റ് ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാല് പീലി വിടർത്തുന്ന മാതിരിയുള്ള അങ്ങനത്തെ. നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ തരത്തിലുള്ള ഫയർ വർക്കുകൾ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ കോഴിക്കോട് വലിയങ്ങാടി മാർക്കറ്റിനകത്തേക്ക് എന്നിട്ടാണ് ഈ ഒരു ഷോപ്പ് ചെയ്തിരുന്നത്. അപ്പൊ ഷോപ്പിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ PK നായർ ആൻഡ് OS ചന്ദ്രൻ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ വിഷുക്കാലവും റംസാനൊക്കെ പ്രമാണിച്ച് ഒട്ടനവധി ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വിലയിറക്കിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിൽ ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാവുന്ന ഒരു സ്ഥാപനമാണ്. അതെല്ലാം തന്നെ നമുക്ക് ഓരോ ഐറ്റംസുകളും പുതിയതായിട്ട് വന്ന ഐറ്റംസുകളെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം ഈ ഒരു ഷോപ്പിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട, ഷെയർ ചെയ്താണ്ട് നേരെ നമുക്ക് ഈ ഷോപ്പിന്റെ വിഷയങ്ങൾ ഒട്ടനവധി ഐറ്റംസുകളാണ് ഇവിടെ ഇറക്കി വെച്ചിട്ട് എല്ലാം തന്നെ അതിൽ ഓരോ ഐറ്റംസുകളിലും ഓരോരോ വെറൈറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഈ ഒരു ഷോപ്പിൽ ഒരുപാട് കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലേ? നിങ്ങളെ പേരെന്താണ് പറഞ്ഞത്? സജിത് കുമാർ. അപ്പൊ നിങ്ങളാണ് ഈ ഷോപ്പ് നോക്കിയത്? നമ്മള് പണ്ട് മുതലേ ഇവിടെ ഈ പടകപ്പീടി നിലവിലുണ്ട്. പണ്ട് മുതലേ ഉണ്ട്. ഈ സ്ഥാപനം ഇവിടെ തന്നെ ആയിരുന്നു? അതെ, ഇവിടെ തന്നെ ഇതേ സ്ഥാപനത്തിൽ തന്നെ. ഞങ്ങള് പാരമ്പര്യമായിട്ട് ഇപ്പൊ നാലാമത്തെ തലമുറയാണ്. ജനറേഷനാണ്. കൂടാതെ എല്ലാവിധ കമ്പനികളെയും എല്ലാവിധ കമ്പനികളും ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ഈ സ്ഥാപനം ഇപ്പോഴും നിലനിൽക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മിതമായ വിലയിൽ കസ്റ്റമർക്ക് മിതമായ വിലയിൽ കൊടുക്കാൻ സാധിക്കുന്ന തന്നെയാണ് നമ്മളെ ഒരു പ്ലസ് പോയിന്റ്. അപ്പം പുതിയ പുതിയ ഐറ്റംസ് വരുന്നതെല്ലാം തന്നെ അപ്പം ഇവിടെ എത്തുള്ളൂ? അതെ, എല്ലാ ഐറ്റവും ഞങ്ങളിവിടെ പ്രമുഖ കമ്പനികളുടെ സ്പെഷ്യലായിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടെ ഞങ്ങൾ കത്തിച്ച് നോക്കിയതിനു ശേഷം ഇവിടെ ഓർഡർ ചെയ്ത് ഇവിടെ വിൽക്കുന്നത്. ഒരുവിധ ഐറ്റംസ് പുതിയ മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാ പുതിയ ഐറ്റംസും ഇവിടെ സെയിലുണ്ടാവും. അതാണെങ്കിൽ എത്ര പീസാണ് കിട്ടും? അത് ഞങ്ങൾ കഴിയുന്നതും വിഷുവിന് മുന്നൊക്കെ എത്തിച്ചേർന്നാല് നല്ല രീതിയിൽ സെലക്ട് ചെയ്ത് വാങ്ങാൻ പറ്റും. വിഷു ഈ വർഷം പെരുന്നാളും വിഷു അടുപ്പിച്ചതായതുകൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയ തിരക്ക്. നമ്പർ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. അവർക്ക് ചില ആളുകൾക്ക് സ്ഥലം അറിയാത്തതുണ്ടെങ്കിൽ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഏകദേശം കോഴിക്കോട് ടൗൺ റെയിൽവേ സ്റ്റേഷന്റെയും ബീച്ചിന്റെയും മിഡിലായിട്ടുള്ള വലിയങ്ങാടി അരി മാർക്കറ്റിനുള്ളിലാണ് ഈ സ്ഥാപനം. ആരോട് ചോദിച്ചാലും അറിയാം, എല്ലാവർക്കും അറിയാം. ഐറ്റംസ് ഒന്ന് പരിചയപ്പെടാം. ആയിക്കോട്ടെ. പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതിലിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ വന്നൊരു പുതിയൊരു സാധനമാണ് ഇത് ഗദ. ഇത് പറഞ്ഞാല് നമ്മളെ പെൻസില് കയറ് അങ്ങനത്തെ അതിന്റെ ഒരു സാധനമാണ്. വലിയ ഇതൊന്നുമല്ല, റീസണബിൾ റേറ്റ് ആണ്. ഇവിടെ കത്തിച്ചു കഴിഞ്ഞാല് ഒരു കുറച്ചു നേരം ടൈമിംഗ് ഉണ്ട്. കുറച്ചു നേരം കത്തിക്കൊണ്ട് വെക്കും. ഇവിടെ കൈ പിടിച്ചോണ്ട് നടക്കുകയും ചെയ്യാം. പക്ഷെ ഇങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് ഇങ്ങനെ ഇതാക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഫ്രണ്ടിലേക്ക് പോയിക്കോട്ടെ. ഒരു ഇതില് അടുത്ത ആൾക്കാർ നിൽക്കുന്നൊക്കെ നോക്കണം. നമ്മൾ ഈ വീഡിയോയിൽ റേറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ നമ്പർ കൊടുക്കാം. പിന്നെ ബാക്ക് സൈഡിൽ പിന്നെ നമുക്ക് വരുന്നത് ചക്രങ്ങളാണ്. ചക്രങ്ങൾ നിലച്ചക്രങ്ങൾ എന്ന് പറയും. നിലച്ചക്രങ്ങൾ പണ്ട് മുതലേ വിഷുക്കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ. അതില് പല കമ്പനികളുടെ സാധനങ്ങളുണ്ട്. ഇതിപ്പോ രാജിന്റെ ഉണ്ട്, പിന്നെ ഗീത, കൃഷ്ണ, ഒരുപാട് ഇതിപ്പോ മീനന്റെ ഒരു ഗ്രൗണ്ട് ചക്രമാണ്. അപ്പൊ ഈ ഒരു ബോക്സിലാണ് ഇപ്പൊ എത്ര പീസ് ഉണ്ടാവും? ഇതില് ഒരു ബണ്ടിലാണ്. ഇത് ബണ്ടിലിന് അഞ്ച് ബോക്സ് ഉണ്ടാവും. അത് സിംഗിൾ ആയിട്ടും കൊടുക്കും, ബണ്ടിലായിട്ടും കൊടുക്കും. ഒക്കത്തില് 10 പീസ് ഉണ്ടാവുക. 10 പീസ് ഉണ്ടാവുക. അതിപ്പോ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കത്തിലും 10 പീസ് തന്നെ ഉണ്ടാവും. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ 10 പീസ് തന്നെ. അത്ര ചെറിയ സൈസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറുത് നമുക്ക് ഏറ്റവും ചെറിയ സാധനം ചെറിയ സൈറ്റ് ഇത് ശ്രീശക്തിന്റെതാണ്. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് സിംഗിൾ ആയിട്ട് എടുത്തൂടെ? ഒരു 5 വേണമെങ്കിൽ കാണൊക്കെ എടുത്തോടെ ഇവിടുന്ന്. ഇത് ബോക്സ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുള്ളൂ. ലൂസ് ആയിട്ട് കൊടുക്കുന്നില്ല. ബോക്സ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. അതിപ്പോ പിന്നെ ഇത് INCന്റെ വേറൊരു സാധനമാണ്. ഇത് നമ്മുടെ എന്താ പറയാ പുതിയ ഇറങ്ങിയ എക്സ്പ്രസ് എന്ന് പറയും. ഇത് മറ്റേ ചറവറി
രണ്ടും കൂടി mix ആയിട്ട് വരുന്നതാണ്. മിക്സ് ആയിട്ട് വരുന്നത് നല്ലൊരു രസമുള്ള സാധനമാണ്. ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്ന ചക്ക ഏതായിരിക്കും? അത് നമുക്ക് വിലേണ്ടതനുസരിച്ചിട്ട് ഓരോ കമ്പനീന്റെ അനുസരിച്ചിട്ടൊക്കെയാണ്. കമ്പനീന്റെ അനുസരിച്ചൊക്കെ ഉണ്ടാവൂലേ? അവിടെ ഒരുപാട് തരത്തിലുള്ള ചക്കകളുണ്ടല്ലോ, ബോസായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ബോസിന് 10 പീസില്ലേ? 10 പീസ്. ഇങ്ങനത്തെ ഒരു ബോസിനാണെങ്കിൽ 10 പീസ്. അത് പിന്നെ വലുതെടുത്താലും ചെറുതെടുത്താലൊക്കെ 10 വലിപ്പത്തിനനുസരിച്ചിട്ടാണ് അതിന്റെ വരുന്നത്. പിന്നെ അടുത്ത ഐറ്റം എന്താണ്? പിന്നെ ഇത് വരുന്നത് നമ്മൾ പെൻസില് അങ്ങനത്തെ അതിലൊക്കെ വരുന്നതാണ്. ഇത് വനിതേന്റെ പവർ ടോർച്ച്, പവർ പോയിന്റ് പെൻസില് അതില് പെട്ട സാധനം തന്നെയാണ്. നല്ല വലിപ്പമുണ്ട്, നല്ല രസമുള്ള ഒരു സാധനം. 5 പീസാണോ? അല്ല, ഇതില് 2 പീസേ ഉള്ളൂ. 2 പീസേ ഉള്ളൂ. ചിലതിൽ 2 പീസ്, ചിലതിൽ 5 പീസ്, 10 പീസ് അങ്ങനെയൊക്കെയാണ്. അതിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി, ചെറിയ വലുത് അത്യാവശ്യം വലുത് വരെ ചെയ്യുന്നുണ്ടല്ലേ? അത് വനിതേന്റെയാണ്. ഇത് സുപ്രീമിന്റെ റെഡ് ടോർച്ച് ആണ്. ഇതിപ്പം കളറിലാണ് കത്തല്? റെഡ് കളറാണ് അത്. റെഡ് കളർ. ഇത് പിന്നെ വനിതേന്റെ അതിന്റെ വേറൊരു കമ്പനിയാണ് ഗീതാകൃഷ്ണ. പോപ്കോൺ എന്ന് അതിന്റെ പേരിട്ടിരിക്കുന്നത്. അത് വനിത പവർ പോയിന്റ്, ഇത് പോപ്കോൺ അല്ലേ? ഇതൊക്കെ ആ ഒരു ഇതിൽ പെട്ട സാധനം തന്നെയാണ്. പിന്നെ ഇവിടെ ഇത് മറ്റേ നമ്മുടെ ചൈനീസ് വണ്ടർ ചെറപറ പറയുന്ന അങ്ങനത്തെ ഒരു സാധനമാണിത്. ഇതെല്ലാം ചെറുപറന്റെ ഐറ്റം. പിന്നെ ഇവിടെ ഷോർട്ടുകളല്ലേ? ഷോർട്ട് രാജിന്റെ പെൻഡാസിറ്റി 5 പീസുള്ള 5 പീസുള്ള ഷോർട്ടുകൾ കാര്യങ്ങൾ മുകളിൽ പോയി പെട്ടുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള ഓരോ ബോസുമ്പോ എത്ര പീസാന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും ചെറിയ ചെറിയ മോഡലാണ്. ഇനി ഐഎൻസിന്റെ ഇതും അത് തന്നെ. മുകളില് അല്ല, ഇത് വേറെ ടൈപ്പാണ്. ഒരു ടൈപ്പ്. ഇവിടെ ഈ താഴെ ഭാഗത്ത് വെച്ചിട്ടുള്ളതെല്ലാം ചൈനീസിന്റെ ഐറ്റംസ് ചെറുപറയിൽപ്പെട്ട ഐറ്റംസ് കാര്യങ്ങൾ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ എന്താ ഇത് മേശപ്പൂവിന്റെ മേശപ്പൂവിന്റെ അല്ലേ? മേശപ്പൂവിന്റെ ബോക്സുകളുണ്ട് എല്ലാവരും കാണുന്നത്. അത് അതേപോലെ തന്നെ പല കമ്പനികളുണ്ട്. ഇത് ഗീതാകൃഷ്ണയാണ്. ഗീതാകൃഷ്ണ. ഇത് ഓൾഡിന്റെ ഇതാണ്. ഇതും ഇതിന്റെ ഓൾഡിന്റെ തന്നെ വേറൊരു ബിഗ് ഇത് ഓൾഡ് കമ്പനീന്റെ തന്നെ ഇതാണ്. പിന്നെ ഇതിന്റെ എവറസ്റ്റിന്റെ ഉണ്ട്. എവറസ്റ്റ് ഉണ്ട്. പിന്നെ ഐഎൻസ് ഉണ്ട്. ഇതൊക്കെ എവറസ്റ്റിന്റെ ആണത്. പിന്നെ വനിതേന്റെ കളർ കോഡ് ഉണ്ട്. അത് പിങ്ക് കളറാണ്. പിങ്ക് കളറല്ലേ? ഇതൊക്കെ ഷോർട്ടുകളാണ് അപ്പൊ വന്നിട്ടുള്ളത്. ഇവിടെ അല്ല, ഇത് വെൽക്കം ഹാൻഡ് ഷവർ. അതാ ഏകദേശം ഇങ്ങനത്തെ മോഡലാണ്. വെൽക്കം ഹാൻഡ് ഷവർ. നമ്മള് ഈ കല്യാണത്തിന് അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് അങ്ങനത്തെ ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഇതിന്റെ ചെറിയ പീസ് മുതൽ ഇത്ര വലുപ്പം വരെ ഉണ്ടാവുള്ളൂ? ഇല്ല, ഈ ഒരു പീസ് വലുപ്പം തന്നെ ഉണ്ടാവുള്ളൂ. 4 പീസാണ്. 4 പീസ് വരില്ല. ഒരു ബോക്സിലാണെങ്കിൽ 4 പീസ് വരില്ലേ? വെൽക്കം ഹാൻഡ് ഷവർ ഉണ്ടോ? ഇതിപ്പോ മേശപ്പൂവിന്റെ ആണോ? അത് മേശപ്പൂ വനിത കളർക്കോണ്. മേശപ്പൂവിന്റെ തന്നെ. അത് കുറച്ച് വലിയ ഇതാണ്. ഇതൊക്കെ എന്താണ്? പിന്നെ അത് ഐഎൻസിന്റെ പുതിയൊരു ഇതാണ്. ലോട്ടസ്. ഇപ്പൊ എന്താണ്? ചക്രം തന്നെ, നിലച്ചക്രം തന്നെ. ഒരു താമര രൂപത്തിൽ അങ്ങനത്തെ ഒരു ഐറ്റാണ്. അതിപ്പോ അടുത്ത് വന്നതാണ്. പിന്നെ അതിൽ തന്നെ വേറൊരു ഇതാണ്. ഇതാ മേശപ്പൂ തന്നെ വേറൊരു സാധനമാണ്. സോഡിയക് സ്പിന്നർ. സോഡിയക് സ്പിന്നർ. ഇതൊന്നും മുകളിൽ ഇതായിട്ട് അതൊന്ന് തെറിച്ചിട്ട് തിരിയുന്ന ചക്രത്തിന്റെ ഒരു വെറൈറ്റി ആയിട്ട് അത് ചക്രവും മേശപ്പും കൂടി ഒരു കോമ്പിനേഷൻ. അത്തരത്തിലുള്ള ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് വന്നിട്ടുള്ളത്. പിന്നെ വേറെ ഏത് മോഡൽ വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ടോ? ഇത് അതേപോലെ തന്നെ രാജിന്റെ തന്നെ പെൻഡാസ്കൈ 5 പീസാ ഉള്ളത്. 5 പീസ്. ഇത് മുകളിൽ പോയി പൊട്ടുന്നതാണ്. മുകളിൽ പോയി പൊട്ടുന്ന ഒരു ഷോർട്ട് ഐറ്റം അല്ലേ? ഷോർട്ട് ഐറ്റം. ഇത് പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഈ ബോസ് എന്താ ഇത് വെറൈറ്റി? അതും അത് തന്നെ. അത് ഐഎൻസിന്റെ ഇതാണ്. ഐഎൻസിന്റെ ചൈനീസ് ഇതില്ല, ചെറുപറ ടൈപ്പ്. ഐഎൻസിന്റെ ചെറുപറ വിവിധ സ്ഥലത്തേക്കാണ് ചിതറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ രാജിന്റെ തന്നെ ഒന്നും കൂടി ടൈമിംഗ് മുന്നുള്ള സാധനമാണ്. അത് ഫ്ലവർ ഷോ, റിച്ച് ഫ്ലവർ ഷോ. സെയിം സാധനം തന്നെ, പക്ഷെ ഒന്നും കൂടി പവർ ഇതുള്ള ഐറ്റാണല്ലേ. അപ്പൊ ഈ ഒരു ഭാഗത്ത് ബന്ധം ഇവിടെ ഇപ്പൊ നമുക്ക് വരുന്നത് ഈ പഴയ നമ്മുടെ പണ്ടത്തെ കുരുവിയില്ലേ? ചെറിയ കുരുവി
കുരുവിന്റെ ഐറ്റംസുകളാണ് അതുള്ളത്. അത് പല കമ്പനികളുടെ സാധനങ്ങളാണ്. പല കമ്പനിയുടെ സാധനങ്ങളല്ലേ? ഇതിപ്പോ ഓറഞ്ചിന്റെയാണ്. ഇത് ഓറഞ്ച്, ഇത് പത്മപ്രിയ. ഇത്തരത്തിലുള്ള സെറ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ സെറ്റുകളായിട്ട് വരുന്നതാണ്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോ നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്താണ്? ഈ ഭാഗത്ത് വരുന്ന നമുക്ക് ഗുണ്ടുകളാണല്ലോ. ഗുണ്ടുകളെ സെഷൻ അതിപ്പോ ചെറിയ ഐറ്റം, അത് ചെറുതെന്ന് തുടങ്ങിയിട്ട് ചെറിയ ഐറ്റംസ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഏറ്റവും ചെറിയത്, ഏറ്റവും ചെറുത്. പിന്നെ അടുത്ത വലുത് അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ചെറുത്. പിന്നെ ഇതിന്റെ അടുത്ത വലുത് പറയുമ്പോ അടുത്ത വലുത് പറഞ്ഞാൽ ഇപ്പൊ ഇതുണ്ടാവൂലേ? പിന്നെ അങ്ങനെ അതിന് ഇതിപ്പോ ഒരു ബോക്സിൽ എത്ര പീസ് ആണല്ലേ? ഒക്കത്തിലും 10 പീസ്. ഒക്കത്തിലാണെങ്കിലും 10 പീസ് ആണല്ലോ അല്ലേ? ഇപ്പൊ അങ്ങനെ ബോംബിന്റെ സെക്ഷനാണത്. പിന്നെ ഇതും ഈ വെറൈറ്റി സാധനമാണ്. മീനാസിന്റെ ഷോർട്ട് മോഡലാണ്. ഷോർട്ട് മോഡല് മോളിൽ പോയിട്ട് ഇതാവുന്നു. മോളിൽ പോയിട്ട് വിരിയുന്ന മോഡലാണല്ലേ ഇത്? പിന്നെ പിരിയൊന്നുമില്ല, അങ്ങനെ പിരിപിരിയായിട്ട് 2 ഐറ്റം ഉള്ളത്. പിരിപിരിയായിട്ട് ഇതിപ്പോ ബോംബിന്റെ ഇതൊക്കെ ഫുള്ള് ബോംബിന്റെ തന്നെ. അതിന് പല റേറ്റില് പല വലിപ്പത്തിലുള്ള. ഏറ്റവും വലിയ സൈസ് ഇപ്പൊ ഏത് വന്നിട്ടുള്ളത്? വലിയ സൈസ് പറഞ്ഞാൽ PPKന്റെ ഇതുണ്ട്. ഇത് നല്ല വലിയതാണ്. ഡിജിറ്റലില്ലേ? റെഡ് ഡ്രാഗൺ എന്ന് പറയും. റെഡ് ഡ്രാഗൺ. പിന്നെ അതിന്റെ തന്നെ 777 ഉണ്ട്. അങ്ങനെ കുറെ എന്നൊക്കെ പറഞ്ഞപ്പോ അത്യാവശ്യം വലിയ സൈസുള്ള ഗുണ്ടുകളാണല്ലേ? അത്യാവശ്യം നല്ല പവർ പൊട്ടുന്ന സമയത്ത് നല്ല ശബ്ദത്തിൽ പൊട്ടുന്ന ഗുണ്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നിട്ടുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ സൈസ് ഇത് വലുതാണ്. ഇത് BPKന്റെയാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് ഈ ഡിജിറ്റലില് റെഡ് ഡ്രാഗൺ ഉണ്ട്. റെഡ് ഡ്രാഗൺ ചെറുതാണ്. ഏറ്റവും ചെറിയ മോഡലല്ലേ? പിന്നെ വേറെ മോഡൽ നല്ല അത്യാവശ്യം നല്ല പവറുള്ള മോഡലാണ് കേട്ടോ. ഇതിന്റെ ഇത് വേറെ വെറൈറ്റി ആണോ? അതിൽ തന്നെ ഉള്ളതാണ്. അത് ഒരു കമ്പനീന്റെ ഒരു ഇതാണത്. എല്ലാ ബോക്സിലും ഒരു പീസ് അങ്ങനെ വരും. വെറൈറ്റി വരൂല്ലേ? മറ്റേ ചെറിയ ഷോട്ടുകളല്ലേ? മുകളിൽ പോയി മോഡല്. ഇത് പിന്നെ ബാലാജിന്റെ 240 ഷോട്ടുകളാണ്. ഇതിപ്പോ ഏറ്റവും വലിയ സൈസ് ആണല്ലേ? 240 ഷോട്ട്. അത് ഈ 3D എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് മൾട്ടി കളറാണ്. മൾട്ടി കളറില് പോയി പൊട്ടുന്ന. ഇതൊക്കെ ഒരു ബോക്സിൽ എത്ര പീസ് വരും? അതാ ഞാൻ പറഞ്ഞത്. ഇത് 240 240 എണ്ണം പോയിട്ട് 240 എണ്ണം പോയി ഒരേ സമയം. അത് നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് കൂട്ടും. 2 സൈഡിൽ വേണമെങ്കിൽ തിരി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് സ്പീഡ് കൂടും. 2 ഭാഗത്ത് സ്ലോ ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന്. ഇവിടെ അതിൽ വരുന്നത് വേറൊരു ഐറ്റം നടന്ന ഇതാണല്ലേ? ഇതിപ്പം വലിയ മോഡൽ സൈസ് ആണല്ലോ തോന്നുന്നല്ലേ? അത് അത്യാവശ്യം വലിയ സൈസിൽ വന്നിട്ടുള്ള ഷോർട്ടാണ്. രാജിന്റെ തന്നെയാണ്. അത് 2 പീസ് വരുന്നുണ്ട്. 2 പീസ് ഇത് പിന്നെ പൈപ്പിന് വണ്ണം കൂടിയ മുകളിൽ പോയിട്ട് അത്യാവശ്യം വിരിയുന്ന മോഡലാണല്ലേ? അങ്ങനത്തെ പല ഇതിലുള്ള സാധനങ്ങളാണ് ഇതിലുള്ളത്. അതില് പിന്നെ ഡബിൾ എഫക്റ്റ് ഉള്ള സാധനങ്ങളും ഉണ്ട്. ഡബിൾ എഫക്റ്റ് അതായത് ഒരൊറ്റ തന്നെ പോയിട്ട് 2 ഇതായിട്ട്. ഇത്തരത്തിലുള്ള ഷോട്ടുകൾ ഉണ്ടോ? ഇത്തരത്തിലുള്ള ഒരുപാട് ഇതൊക്കെ 7 ഷോട്ടുകൾ. പിന്നെ ഇതെന്താണ്? അത് മേശപ്പൂവിന്റെ ഐറ്റം ആണല്ലോ. ഇത് മേശപ്പൂവിന്റെ ഐറ്റം ആണോ? ഇത് വേറെ മേശപ്പൂവിന്റെ ഐറ്റം വന്നിട്ടുള്ളത്. ഇതൊക്കെ മേശപ്പൂവില് വലിയ ഐറ്റംസ് ആണ്. വലിയ ബോക്സുകളാണല്ലോ വന്നിട്ടുള്ളത്. ഐറ്റംസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതും മൾട്ടി കളറില് ക്രാക്കിംഗ് പോട്ട്സ്. മൾട്ടി കളറുള്ള സുപ്രീമിന്റെ തന്നെയാണ്. പിന്നെ ഇത് മേശപ്പൂ തന്നെയാണ്. അത് വർണ്ണാചലം ബാലാജിന്റെ അതും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡലാണല്ലോ. വലിയ സൈസാണ് വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഈ ബോക്സ് വെച്ചിട്ട് ഇപ്പൊ എന്താണ്
ഇതൊക്കെ ഷോട്ടുകളല്ല മുകളിൽ പോയി പൊട്ടുന്നത് തന്നെയാണ്. മുകളിൽ പോയി പൊട്ടുന്ന വലിയ ഷോട്ടുകളാണല്ലോ ഉള്ളത്. ആ ഇതൊക്കെ ബോസിൽ ഇപ്പൊ എത്ര പീസ് ആയില്ലേ? ഇത് ചിലത് സിംഗിൾ പീസ് ഉണ്ട്, സിംഗിൾ പീസ് ഉണ്ട്. ഇതൊക്കെ രണ്ട് പീസ് ഉള്ളതാണ്. രണ്ട് പീസ് രണ്ടെണ്ണമാണ്. ഇത് വേറെ സാധനം എക്കോ സൗണ്ട്. പിന്നെ ഇതും പുതിയൊരു സാധനമാണ് ഗോൾഡൻ ഫ്ലോസ്. ചിത്രം പോലെ തന്നെയാണ് അതിന്റെ എഫക്റ്റും വരുന്നില്ലേ? പിന്നെ അത് വരുന്നത് INCന്റെ 12 ഷോട്ട്സ് ആണ്. ഷോട്ട് ഒരു ബോസ് 12 വരുന്നത്. അതിന്റെ മൂന്ന് ഇതില് വരുന്നത്. 3 ഇതില് വരുന്നില്ലേ? എന്നിട്ട് എന്താ പേപ്പർ ഷോട്ടാണോ? അല്ലല്ല, പിങ്ക് തന്നെ. പിങ്ക് തന്നെ കളർ. ഇതിന്റെ 7 ഷോട്ട് വരുന്നുണ്ട്. ഇത് INCന്റെ 7 ഷോട്ടാണ്. പിന്നെ അത് വരുന്ന ബാലാജിന്റെ 3 നല്ല 3 പൈപ്പ് ഉണ്ട്, അതിൽ വരുന്നതാണ് സിംഗിൾ ഷോട്ടുകൾ. ഇവിടെ ഇത് വരുന്ന പോപ്കോൺ, വനിതന്റെ പോപ്കോൺ. ഇത് മേശപ്പൂവിന്റെ അതുപോലെ തന്നെ, പക്ഷെ നല്ല ഇതില് പിരിപിരിയൊക്കെ ആയിട്ട് നല്ല ഷോർട്ടിന്റെ മോഡലാണ്, കളർഫുൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഇതൊക്കെ കളർഫുൾ ആയിട്ട് ഷോർട്ടല്ല, ഇത് മേശപ്പൂവിന്റെ ആ ഒരു ഇതൊക്കെ കളർഫുൾ ആയിട്ട്. ഇതും അതന്നെ INCന്റെ മുകളിൽ പോയി പെട്ടെന്ന് സ്കൈ ഷോട്ടുകൾ. അതേപോലെ തന്നെ ഇത് ഫോക്കസ് കമ്പനിന്റെയാണ്. ഫോക്കസ് കമ്പനി. ഇത് സ്കൈ ഷോട്ട് തന്നെയാണ്. ഇത് 3 പീസാണ്. 3 പീസ് ഒരു ബോക്സിൽ 3 പീസ്. ഇത് മുകളിൽ പോയി പെട്ടെന്ന് തന്നെയാണ്. മുകളിൽ പോയി ഐറ്റം. പിന്നെ ഇവിടെ അതൊക്കെ എന്താണ്? അതൊക്കെ മുകളിൽ പോയി പൊട്ടുന്നു. അതെല്ലാം തന്നെ സിംഗിൾ ഷോട്ടുകളും, പിന്നെ അതിന്റെ 12 ഷോട്ട്, 30 ഷോട്ട്സ്, ഷോട്ട് അങ്ങനത്തെ. ചെറിയ ബോക്സിൽ വെച്ചിട്ടുള്ളത് അതും ഷോട്ട് തന്നെയാണ്. ഏറ്റവും ചെറുത് ചെറിയത് ഇപ്പൊ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ സ്കൈ ഷോട്ടാണ്. ചെറിയ റേറ്റ് വെറുതെ പിന്നെ അതേപോലെ തന്നെ സിംഗിളിൽ വേറൊരു സാധനം വരുന്നതാ ബ്ലാക്ക് പാന്തർ. ഇതും ചെറിയ റേറ്റ് ആണ്, ഇതിന് വലിയ റേറ്റ് ഇല്ല. മുകളിൽ പോയി പൊട്ടുന്ന ഐറ്റം. ഇത് പിന്നെ പോഗോ കമ്പനിന്റെ 7 ഷോട്ട് ഐറ്റം 5 പീസുള്ളത്. പിന്നെ പറയുന്നത് ഇത് നമ്മുടെ സ്മോക്കില്ലേ, സ്മോക്ക് കൈ പിടിക്കുന്ന ഐറ്റാണ്. കയ്യില് പിടിച്ചുകൊണ്ട് അത് 5 കളറായിട്ടാണുള്ളത്. 5 കളർ ഉണ്ടാവും സ്മോക്ക്. പുതിയ വെറൈറ്റി ഇത് ഒരു 7up. 7up കുടിക്കുന്നില്ല കേട്ടോ, കുടിക്കുന്നില്ല. മേശപ്പൂവിന്റെ ഐറ്റാണ്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാല് അത്യാവശ്യം കുറച്ച് ടൈമിങ്ങോട് കൂടി കത്തുന്ന ഐറ്റാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു തന്നെയാണ് ഇതും. അംബ്രല്ല ഡാൻസിങ് അംബ്രല്ല. ഈ ഒരു അംബ്രല്ലാണ് ഇപ്പൊ റൗണ്ട് ചെയ്ത് ഓൾഡ് കമ്പനിയുടെ ഡാൻസിങ് അംബ്രല്ല. അത് രണ്ട് ഇതില് വരുന്നുണ്ട്. ഇത് ഒന്ന് ഓൾഡ് ആണ്, പിന്നെ ഒന്ന് രമേശ് കമ്പനിന്റെയും വരുന്നുണ്ട് തന്നെ. അതിന് പിന്നെ 5 കളറിൽ ഇതാവുന്നതാണ്. ഇത് കളറില്ല, കറങ്ങിയതാണ്. കളറുള്ള മോഡലും കളറില്ലാത്ത മോഡലും രണ്ട് മോഡലായിട്ട്. പിന്നെ ഇതൊക്കെ മേശപ്പോ ടെഡി, ഇതൊക്കെ ഫ്രണ്ട്സിന്റെ അങ്ങനത്തെ ഐറ്റംസിലൊക്കെ പറ്റേ ഫ്ലൈ മാജിക് അതൊക്കെ ഫ്രണ്ട്സിന്റെ KJ പോട്ട് അതൊക്കെ മേശപ്പൂവിന്റെ ആ ഒരു. പിന്നെ താഴെ വന്നിട്ട് എല്ലാം തന്നെ മേശപ്പൂവിന്റെ വെറൈറ്റീസ്. ഇത് കളർ ഷോട്ടാണ്. കളർ ഷോട്ടുകൾ ഗീതകൃഷ്ണന്റെ കളർ ഷോട്ടുകളാണ്. മുകളിൽ നോക്കുകയാണെങ്കിലും ഷോർട്ടിന്റെ ഐറ്റം അല്ല, ഇതൊക്കെ മറ്റേ കളർ തന്നെയാണ്. കളറില്ല മേശപ്പൂവിന്റെ ആ ഒരു ഇതിൽപ്പെട്ട സാധനം എങ്ങനെയാണ് KJ പോട്ട്. ഈ ഒരു ബോക്സിൽ ഇപ്പൊ എന്താ വന്നിട്ടുള്ളത്? ഇവിടെ ഇതോ അല്ല, ഇത് 12 ഷോട്ട് തന്നെയാണ്. 12 ഷോട്ടാണ്. ഗുരുജി അതില് പെട്ട സാധനമാണ്. ഇത് നോർത്ത് ഇന്ത്യൻസ് അധികം ഉപയോഗിക്കുന്ന ഐറ്റമാണിത്. ഇവിടുന്ന് അധികം ഉത്സവത്തിന് മറ്റേ അങ്ങനത്തെ ഇതിനൊക്കെ കൊണ്ടുപോകുന്ന സാധനമാണ്. അല്ലല്ല, ഇത് മേശപ്പൂവിന്റെ ആ ഒരു ഇളനീപ്പൂ എന്നൊക്കെ പറയില്ല നമ്മൾ ഈ ഉത്സവത്തിന്. ഈ താലപ്പൊലിന്റെ അതിന് കുറേ നേരം അതിൽ ഇളനീന്റെ ഉള്ളിൽ അതിൽ നിറച്ചിട്ട് കത്തിക്കുന്ന ഒരു സാധനമല്ലേ. ഇത് അതിന്റെ ഏറ്റവും ചെറിയ സാധനമാണ്. അതിന്റെ വലുത്. പിന്നെ ഇത് ഏറ്റവും വലിയ അതാണത്. ഏറ്റവും വലിയ ലോങ് ടവർ എന്ന് പറയും. ഇതും ഈ ഏറ്റവും വലിയത്. ഇത് നമ്മുടെ ഈ ഉത്സവത്തിനൊക്കെ അധികം കൊണ്ടുവന്ന ഐറ്റമാണ്.
കുറേ നേരം നിൽക്കും, കുറച്ച് ടൈമിങ്ങും കേട്ട് പിന്നെ കുറച്ച് നല്ലൊരു പെർഫോമൻസ് വേണത്. മണ്ണാണ് സാധനം, മണ്ണാണല്ലോ സാധനം. ഇത് മണ്ണാണ്. ഇത് നോർത്ത് ഇന്ത്യൻ അവിടുന്ന് വരുന്നതാണ്, UP ആ ഭാഗത്തുനിന്ന് വരുന്ന സാധനമാണ്. പീകോക്ക് ഫെദർ, പീക്കോക്ക് ഫെദർ ഇത് ഗീതാകൃഷ്ണന്റെ മേശപ്പൂ ഐറ്റംസിൽ പെട്ട സാധനം തന്നെയാണ്. മേശപ്പൂ ഐറ്റംസിൽ പെട്ട സാധനം തന്നെയാണ്. വിലയും വളരെ കുറവാണ്, വിലയും കുറവാണ്. നല്ലൊരു ഐറ്റമാണ്. നല്ല ഐറ്റം ആണ്. അത് തന്നെ അതേപോലെ തന്നെയുള്ള വേറൊരു കളർ ഇതാണത്. മേശപ്പൂവിന്റെ ഐറ്റം ആണോ? അതന്നെ കളർ ഫോൾസ്. മേശപ്പൂവിന്റെ ആ ഒരു ഇതിൽ വരുന്നത് മിനി പോട്ട്, വനിതേന്റെ മിനി പോട്ട് മിക്സ് 5 കളറിലുള്ളത്. 5 കളർ. ഇത് ഫ്രണ്ട്സിന്റെ മോണോ ട്രൈ കളർ. 3 കളർ ഇതിലുണ്ട്. 3 കളറുണ്ട്. പിന്നെ ഇത് പറയുന്നത് പീകോക്ക്. പീകോക്ക് ഫ്രണ്ട്സിന്റെ 3 ഭാഗത്തേക്കാണല്ലോ. പീലി വിടർത്തുന്ന മാതിരിയുള്ള അങ്ങനത്തെ കളറിലല്ലേ? 3 കളറിലുള്ളുണ്ട്, സിംഗിൾ കളറിലുണ്ട്, അങ്ങനെ 3-4 ഇതില് വരുന്നത്. പിന്നെ വരുന്നത് പറഞ്ഞാൽ ഇത് ഹെലികോപ്റ്റർ മുകളില് ഇതായി പോകുന്ന ഹെലികോപ്റ്റർ INCന്റെ. പിന്നെ വരുന്നത് ഇത് പറഞ്ഞാല് INCന്റെ. ഇതെന്താണ്? മേശപ്പൂവിന്റെ ഐറ്റം ആണോ? ഇത് മേശപ്പൂവിന്റെ ഐറ്റം ആണ്. ഭയങ്കര കുറച്ചൊരു ഇതാണല്ലോ, ലെമൺ ട്രീ. 2-3 എഫക്റ്റ് ഉള്ള സാധനമാണ്. ആദ്യം തുടങ്ങുമ്പോൾ ചെറുങ്ങനെ കത്തിയിട്ട് ഒരു മേശപ്പൂവിന് മാതിരി ഇതാവും. പിന്നെ രണ്ടാമത്തെ കളർ ഇതാവും. ഒരു ഇതിൽ വരുമ്പോഴത്തേക്കിനും പിന്നെ അത് ഭയങ്കര പിരിപിരിയൊക്കെ ആയിട്ട് നല്ലൊരു ഇതുണ്ടാവും. അതിന്റെ വെറൈറ്റീസ് ആണല്ലോ ഇവിടെ. അതിന് 4 ഐറ്റം കളറിലായിരിക്കും. 4 ഇതിലാണുള്ളത്. പിന്നെ താഴെ വന്നിട്ടുള്ള ഇതും തന്നെ. ഇതും മറ്റേ നമ്മള് മേശപ്പൂവിന്റെ ഐറ്റംസിൽ ഉള്ളത്. അത് വനിതയാണ്, ഇത് രാജുക്കണ്ണനാണ്. ആ ഒരു ഐറ്റംസിൽ വന്നതാണ്. പിന്നെ ഇത് പറഞ്ഞത് പൂത്തിരികള് കമ്പിത്തിരികൾ ഐറ്റംസ്. അത് ഇലക്ട്രിക് ഉണ്ട്, ക്രാക്ലിംഗ് ഉണ്ട്, കളർ ഉണ്ട്. അത് പിന്നെ 5 സെന്റിമീറ്റർ ഉണ്ട്, 7 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ, അങ്ങനെ അതിനനുസരിച്ച് പോലെ. പിന്നെ അതിന്റെ പല വെറൈറ്റീസ് ആണല്ലോ. ഇത് രമേശിന്, ശ്രീ രമേശിന്റെ 5-in-1 ആണ്. 5-in-1. ഇത് 5 ഒരു ബോക്സിൽ 5 പീസിലെ. അതിന്റെ തന്നെ വേറെ എന്താണിത്, ശ്രീ രമേശിന്റെ തന്നെ 50-50, പകുതി ചുവപ്പും പകുതി ആയിട്ടുള്ള 50-50. പിന്നെ അതിന്റെ തന്നെ ഫാൻസി റെഡ് ഉണ്ട്. കളറിൽ തന്നെ മേശപ്പൂ ഐറ്റംസ് ആണ് ഈ കിടക്കുന്നത്. അതുപോലെ മേശപ്പൂവിന്റെ ഐറ്റംസ്, പൂത്തിരി ഐറ്റംസ്. ഐറ്റംസിലെ. പിന്നെ ഇത് വരുന്നത് സെറ്റ് ഔട്ടുകൾ, ഉത്സവത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഷോട്ടുകൾ, വലിയ പെട്ടിയിൽ ഉപയോഗിക്കുന്നല്ലേ. ഇതിപ്പോ ഒരു ഒറ്റത്തിൽ എത്ര നോക്കും? അത് ഓരോ റേഞ്ചിലുള്ള പൈപ്പുകളുണ്ട്. അതിന്ന് ഇതിപ്പോ വരുന്നത് 5x10 ആണ്. 5x10. പിന്നെ ഇത് 36 ഷോട്ടാണ്. 36 ഷോട്ട്. അങ്ങനെ ഇത് 16. ഓരോ കമ്പനീൻ്റെതാണ്. ഓരോ പിന്നെ പൈപ്പിൽ നിന്ന് അതിന്റെ വ്യത്യാസം വരും. അതിന്റെ പെർഫോമൻസും വ്യത്യാസം വരും. ചിലത് ക്രാക്ലിംഗ് ആയിരിക്കും, ചിലത് കളർഫുൾ ആയിട്ട് വരും. നമ്മൾ ഈ ഒരു ഷോപ്പത്തെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് ഇനിയും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും നമ്മൾ വിഷു ഒക്കെ പ്രമാണിച്ചേക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി അല്ലെങ്കിൽ ഷെയർ ചെയ്യാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനും വെക്കേണ്ട. മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.